ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിച്ച ഒരു കാർട്ടൂൺ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു കാർട്ടൂണിനെ കുറിച്ച് അറിയുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ? പല പാൻഡമിക് സിറ്റുവേഷൻസ് പോലും ഈ ഒരു കാർട്ടൂൺ പ്രവചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിൽക്കാലത്ത് നമ്മുടെ ലോകത്ത് വരുവാനിരിക്കുന്ന പല കാര്യങ്ങളെയും മുൻകൂട്ടി മനഃപൂർവ്വം കാണിച്ചതായിരിക്കില്ലേ? അപ്പോൾ അത് എന്തൊക്കെയാണ്? അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വരാം. കാർട്ടൂണിന്റെ പേര് ദി സിംപ്സൺസ്. 1889 ഡിസംബർ 17 ഇംഗ്ലീഷ് ഭാഷയിൽ ഫോക്സ് നെറ്റ്വർക്ക് ആരംഭിച്ചതായിരുന്നു ദ സിംപ്സൺസ് എന്ന കാർട്ടൂൺ പരമ്പര. ഹോമർ, മാർച്ച്, ബാർട്ട്, ലിസ, മാഗി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. അതായത് സിംപ്സൺസ് കുടുംബം. ഏറ്റവും കൂടുതൽ കാലം സംപ്രേഷണം ചെയ്ത ഒരു പരമ്പരയായിരുന്നു ഇത്. ഇനി ദ സിംപ്സൺസ് എന്ന കാർട്ടൂണിലൂടെ പ്രവചിച്ച ചില പ്രധാന കാര്യങ്ങൾ. ഒസാക്ക ഫ്ലൂ 1993 സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു മാർജ് ഇൻ ചെയിൻസ്. ഏഷ്യയിൽ നിന്നും ഒരു വൈറസ് അമേരിക്കയിലെ സ്പ്രിംഗ്ഫീൽഡ് എന്ന നഗരത്തിൽ പടരുന്നതായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. അതായത് വായുവിലൂടെ പടരുന്ന ഒരു വൈറസ്. ആ വൈറസ് ആ നാടിനെ തന്നെ തടുക്കുന്ന ഒരു ഇൻസിഡന്റ് ആയി മാറുകയാണ്. ഈ ഒരു കാര്യം പിൽക്കാലത്ത് 2020 നമ്മുടെ ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ കൊറോണ വൈറസുമായി ഏറെ സാമ്യതയുള്ളതാണ്. അപ്പോൾ നിസ്സംശയം പറയാം, അവർ ഈ കൊറോണ വൈറസിനെ തന്നെയാണ് അന്ന് പ്രവചിച്ചത് എന്ന്. കൊറോണ വൈറസ് തന്നെയാണ് ഒസാക്ക ഫ്ലൂ. അതായത് കൊറോണ വൈറസിനെ തന്നെയാണ് ഒസാക്ക ഫ്ലൂ എന്ന് കാണിച്ചത്. ് 1995 പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡ് ലിസാസ് വെഡിങ്. ഈ എപ്പിസോഡിൽ കാണിച്ച ഒരു പ്രധാന കാര്യമായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുകയും അതുവഴി വീഡിയോ കോൾ ചെയ്യുന്നതും. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുകയും അതുവഴി വീഡിയോ കോൾ ചെയ്യുന്നതും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഈ എപ്പിസോഡിൽ തന്നെ മറ്റൊരു കാര്യവും കാണിച്ചിട്ടുണ്ട്. അതായത് ലണ്ടൻ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൂർത്ത വലിയ കെട്ടിടം. എന്നാൽ ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത സമയത്ത് അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് 2009 ഇതേ രൂപത്തിൽ ദി ഷാർട്ട് എന്നൊരു കെട്ടിടം ലണ്ടനിൽ ഉയർന്നു വന്നു. 1997 ലിസ സാക്സ് എന്ന എപ്പിസോഡിൽ മാർജ് എന്ന കഥാപാത്രം തന്റെ മകൻ ബാർട്ടിന് ഒരു പുസ്തകം വായിക്കുവാൻ കൊടുക്കുന്നു. ക്യൂരിയസ് ജോർജ് ആൻഡ് ദ എബോള വൈറസ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ കാലത്ത് എബോള വൈറസ് അത്ര പ്രസിദ്ധമല്ലാത്ത ഒരു സമയമായിരുന്നു. എന്നാൽ 2014 പശ്ചിമ ആഫ്രിക്കയിൽ എബോള വൈറസ് വൻതോതിൽ പടരുകയും ലോകത്തെ ഭീതിയിലാക്കുകയും ചെയ്തു. അങ്ങനെ എബോള വൈറസ് പ്രസിദ്ധമാവുകയും ചെയ്തു. ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ദ സിറ്റി ഓഫ് ന്യൂയോർക്ക് വേഴ്സസ് ഹോമർ സിംപ്സൺ എന്ന എപ്പിസോഡിൽ സിംസ് ആൻഡ് ബാറ്റ് എന്ന കഥാപാത്രം ഒരു മാഗസിൻ കാണിക്കുന്നുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ ന്യൂയോർക്ക് എന്നും തൊട്ടടുത്ത് $9 എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 9 എന്ന അക്കത്തിന് തൊട്ടടുത്തുള്ള ട്വിൻ ടവേഴ്സ് ചേർത്ത് വായിക്കുമ്പോൾ അത് 9/11 എന്നാണ്. അതായത് 4 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് ട്രേഡ് ആക്രമണം ഉണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി 9/11 മാഗസീനിൽ കാണിച്ച അതേ തീയതി 2000 പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡ് ബാക്ക് ടു ദ ഫ്യൂച്ചർ. അതിൽ കാണിച്ച ഒരു കാര്യമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നത്. കൃത്യം 16 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം സംഭവിച്ചു. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മാറി. അതായത് ഹോമർ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം തനിക്ക് ലഭിക്കുന്ന ഒരു വിഷനായിട്ടാണ് ഈ ഒരു ട്രംപിന്റെ തുടർ ഭരണത്തെ കാണിക്കുന്നത്.
2028-ലും ഈ ഭരണം തുടരുമെന്നതാണ് മറ്റൊരു കാര്യം. ഇത് മാത്രമല്ല, കാർട്ടൂണിൽ കാണിച്ച അതേ കാര്യം പിൽക്കാലത്ത് സംഭവിക്കുകയും ഉണ്ടായി. 2006-ൽ പുറത്തിറങ്ങിയ ഹോമേഴ്സ് പാറ്റേണിറ്റി കൂട്ട്. ഈ എപ്പിസോഡിൽ ഹോമർ ചെറിയൊരു അന്തർവാഹിനിയിൽ കടലിന്റെ അടിത്തട്ടിലുള്ള തകർന്ന ഒരു കപ്പൽ കാണുവാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ കടലിന്റെ അടിത്തട്ടിൽ വെച്ച് ഓക്സിജൻ തീർന്നു പോവുകയും ഹോമർ കടലിന്റെ അടിത്തട്ടിൽ കുടുങ്ങുന്നതായും ഈ എപ്പിസോഡിൽ കാണിക്കുന്നു. ഈ എപ്പിസോഡ് ഇറങ്ങി 17 വർഷങ്ങൾക്ക് ശേഷം 2023-ൽ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ടൈറ്റൻ എന്ന അന്തർവാഹിനി സമുദ്രത്തിനകത്ത് വെച്ച് അത് തകരുകയും 5 പേർ മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ദുരന്തം കാർട്ടൂണിൽ കാണിച്ചതുമായി സാമ്യത ഉള്ളതായിരുന്നു. ഇനി ആപ്പിളിനെ കുറിച്ചുള്ള ഒരു പ്രവചനം. 2016-ൽ പുറത്തിറങ്ങിയ ഒരു എപ്പിസോഡായിരുന്നു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഈ ഒരു എപ്പിസോഡിൽ പ്രൊഫസർ ഫ്രൈങ്ക് VR ഹെഡ്സെറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. 2024-ൽ ആപ്പിൾ കമ്പനി വിഷൻ പ്രോ എന്ന പേരിൽ പുറത്തിറക്കിയ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകളുമായി ഇവയ്ക്ക് നല്ല രീതിയിൽ സാമ്യമുണ്ട്. ഇതുപോലെ ഒട്ടനവധി പ്രവചനങ്ങൾ നടത്തിയ കാർട്ടൂണാണ് ദ സിംപ്സൺസ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.